ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ മാഷെടുത്തെ ശങ്കരൻ പറയും മക്കളുടെ പ്രവൃത്തിയിലോ തിരഞ്ഞെടുപ്പിലോ എനിക്കോ മാഷിനോ അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നില്ല. മാഷിന്റെ മകൻ ഇങ്ങനെയൊന്നായി തീരുമായിരുന്നുമില്ല. അപ്പൊ മാഷ് പറയും, നോക്കൂ, കഴിഞ്ഞതിനെ ചൊല്ലി കണക്ക് കൂട്ടാനും ഇഴ പിരിക്കാനും അല്ല ഞാൻ വന്നത്. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. ശങ്കരൻ പറയും, പറഞ്ഞ് തിരുത്തി ബോധ്യപ്പെടുത്തി തിരിച്ച് കൂട്ടിക്കൊണ്ടു പോണല്ലേ. മാഷ് പറയും, പ്രായപൂർത്തിയായവരായെങ്കിലും അവരെക്കാളും കൂടുതൽ ജീവിതം കണ്ടെന്ന നിലയിൽ നമ്മൾ ആ പക്വത കാണിക്കേണ്ട സാറേ. ശങ്കരൻ പറയും, സാധാരണ കേസിൽ ആ ന്യായം അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഞാനോ മാഷോ മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമല്ല ഇത്. അതറിയാലോ. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനം എടുത്തത് അവളാണ്. ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ നോക്കി. അവൾ തയ്യാറായില്ല. ഇപ്പോ അവൾക്ക് തിരിച്ചു വരണമെന്ന് തോന്നി അവൾ വന്നു. വേണമെങ്കിൽ അവളോട് എനിക്ക് ഇങ്ങോട്ട് വരരുതെന്ന് പറയാം. പക്ഷേ ജന്മം നൽകിയ ആളെന്ന നിലയ്ക്ക് എനിക്കതിന് കഴിയോ? ഒരിക്കൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് മാഷിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ ബലം പ്രയോഗിച്ചു പറ്റില്ലെന്ന്. ഓർമ്മയുണ്ടോ? മാഷു പറയും, ഉവ്. ശങ്കരൻ പറയും, ഇപ്പൊ അവളുടെ ഇഷ്ടം കൊണ്ടല്ലേ അവൾ തിരികെ വന്നത്. അപ്പോ തിരിച്ചു വിളിക്കാതിരിക്കേണ്ടതല്ലേ മാഷു കാണിക്കേണ്ട മര്യാദ? മാഷു പറയും, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷേ അവൾ അവളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് തിരിച്ചു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവൾക്ക് തോന്നാനോ പെരുമാറാനോ ഉള്ള ഒരു അന്തരീക്ഷം ആ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പൊ ശങ്കരൻ വിക്രമിനെ നോക്കും. എന്നിട്ട് പറയും, വീട്ടിൽ തന്നെ വേണമെന്നില്ലല്ലോ. മാഷു പറയും, അവർക്കിടയിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മാഷ്. എന്നെ കുറിച്ച് വന്ന വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏറെ സന്തോഷത്തോടെയാ ഞങ്ങൾ എല്ലാവരും യാത്ര പോയത്. അവിടെ വെച്ചാണ് എന്റെ മകനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അതെനിക്ക് മനസ്സിലാക്കി തരാൻ കാരണമായത് വേദയാണ്. ഇനിയുള്ള ദിവസം സന്തോഷത്തോടുകൂടെ അവരോടൊപ്പം ജീവിക്കാന്ന് സ്വപ്നം കണ്ട് ഉണർന്ന എനിക്ക് പിറകുന്ന ആരോ വന്ന് എന്നെ വീഴ്ത്തിക്കളഞ്ഞു. ആ 3 ദിവസം ഈ ലോകത്ത് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിലാ വേദ ഈ തീരുമാനം എടുത്തത്. സ്വാഭാവികമായും അതെന്തുകൊണ്ടാണെന്നറിയാൻ എനിക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല സാറേ. ശങ്കരന് ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ട്. വേദ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഞങ്ങളുടേതുപോലെയുള്ള ഒരു വീട്ടിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതെനിക്ക് മനസ്സിലാകും. പക്ഷെ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ മാറ്റിമറിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടുത്തെ ജീവിതത്തില് വിക്രമിനോടോ എന്തെങ്കിലും പ്രശ്നം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ ആ വീടിനെ അത്രയ്ക്ക് സ്നേഹിക്കില്ലായിരുന്നു സാർ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നതെങ്കിൽ എനിക്കത് തിരുത്തണം. അല്ല, ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണെങ്കിൽ അതും അറിയണം. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ശങ്കരൻ പറയും, അപ്പോ കൊണ്ടുപോകാൻ തീരുമാനിച്ചെന്നാ വന്നിട്ടുള്ളതല്ലേ? അപ്പോഴും മാഷു പറയും, വേദയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ബാക്കി സാറ് പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ തീരുമാനമാണല്ലോ. ശങ്കരനെ ആലോചിച്ച് നിൽക്കുമ്പോ പത്മ പറയും, ശങ്കരേട്ടാ, മാഷു മോളോട് സംസാരിക്കട്ടെ. അതിനെന്താ? അപ്പോഴേക്കും ദീപ്തി ചായ കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പത്മം പറയും, എല്ലാം പറഞ്ഞും കേട്ടും അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഒരേ നാട്ടിലല്ലേ ജീവിക്കുന്നത്. നാളെ അവളെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും കാണേണ്ടവരാ. എല്ലാം പറഞ്ഞ് സംസാരിച്ച് കമ്പൊടിച്ചു വിട്ടാലേ നമ്മുടെ മകളുടെ ഭാവിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാലോ. ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോ എല്ലാവർക്കും വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. ദീപ്തി കിടക്കും. അപ്പോഴേക്കും ശങ്കരം ദീപ്തിയെ കാണിച്ചിട്ട് പറയും, ചായ എടുക്ക്. അങ്ങനെ എല്ലാരും ചായ വാങ്ങിക്കും. ശങ്കരൻ പറയും, സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല മാഷെ. അവളുടെ തീരുമാനമാണ് പ്രധാനം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളെ ഇമോഷണലി സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. മാഷു പറയും, കാര്യം ഒരു വർഷേ വേദ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പക്ഷേ അവൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നിങ്ങളോളം തന്നെ അറിയാം. അവളെ സ്വാധീനിക്കാനൊന്നും ആർക്കും ആവില്ല സാറേ. ആദ്യം വിക്രം വേദയായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശങ്കരൻ പറയും, ആയിക്കോട്ടെ. എന്തെങ്കിലും പറയാനുള്ളതിന്റെ പേരിൽ വഴിയിൽ തടഞ്ഞു നിർത്തി ഡ്രാമ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ വെച്ച് തന്നെ സംസാരിക്കുന്നതല്ലേ. അങ്ങനെ ശങ്കരൻ ദീപ്തിയോട് പറയും, അവളോട് ചെന്ന് വരാൻ പറയാന്ന്. ദീപ്തി ആന്ന് പറഞ്ഞ് വേദ വിളിക്കാനായി പോവും. ദീപ്തി മുകളിലെത്തി വേദയുടെ അടുത്ത് പറയും, ചേച്ചി പെട്ടെന്ന് താഴേക്ക് വാ, അവിടെ 2 ആൾക്കാർ കാത്തിരിപ്പുണ്ടേ. വേദ വയ്ക്കും, ആരാകും? വേദ പറയും, വിക്രമാണോ? ദീപ്തി പറയും, ഹാ, അപ്പൊ അറിയാം, ഇതാ മനപ്പൊരുത്തം എന്ന് പറയണത്. വിക്രമേട്ടൻ മാത്രമല്ല അച്ഛനും ഉണ്ട്. അവിടുത്തെ അച്ഛനെ ചേച്ചിയോടൊന്ന് സംസാരിക്കണം എന്ന്. വേദ അങ്ങ് ഷോക്കാവും. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ദീപ്തി പറയും, അതെങ്ങനെ ശരിയാവും? വീട്ടിൽ സംസാരിക്കാൻ വന്നവരോട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? വേദ പറയും, നീ അങ്ങനെ പറഞ്ഞാൽ മതി. ദീപ്തി പറയും, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചേച്ചി വന്നേ പറ്റുള്ളൂ. വേദ പറയും, നീ ഒന്ന് ചെല്ലു പെണ്ണേ, എനിക്ക് സുഖമില്ലാതിരിക്കാന്ന് പറ. ദീപ്തി പറയും, അങ്ങനെ പറഞ്ഞാൽ അസുഖം എന്താന്ന് ചോദിക്കും. എന്നിട്ട് വിക്രമേട്ടന്റെ അച്ഛൻ ഉറപ്പായും കയറി വരും. എന്നാ പിന്നെ ഞാൻ അങ്ങനെ പറയാം. വേദ പറയും, എനിക്ക് വേണ്ട. പിന്നെ വേദ പറയും, എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് ചെന്ന് പറഞ്ഞാൽ മതി. എത്ര പറഞ്ഞിട്ടും ദീപ്തി അങ്ങനെ പറയില്ലെന്ന് തന്നെ പറയും. ചേച്ചിക്ക് അവരോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം? 1 വർഷം അവിടെ നിന്നല്ലേ. ചേച്ചി എന്തിനാ അവിടുന്ന് ഇറങ്ങി വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ വിക്രമേട്ടന്റെ നൃത്തം കണ്ട ആള് തെറ്റൊന്നും ചെയ്തില്ലെന്ന് ഉറപ്പാ. ചേച്ചി വരാൻ കണ്ടിട്ടുണ്ടോ? വേദ പറയും, ഇല്ല ദീപ്തി. അപ്പൊ ദീപ്തി പറയും, എന്നെയും വരുണെ ഉപദേശിക്കുമ്പോ ചേച്ചിക്ക് വലിയ നാക്കായിരുന്നല്ലോ. സ്വന്തം കാര്യം വന്നപ്പോ എന്തേ സംസാരിക്കാൻ ഒന്ന് തയ്യാറാവുക പോലും ചെയ്യാത്തത്? വിക്രമേട്ടൻ വന്നാ സംസാരിക്കാതിരിക്കാനാവില്ലെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, അതല്ലേ? ഞാൻ എന്തായാലും വിക്രമേട്ടനോട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറയണേ. വേണ്ട ദീപ്തി എന്ന് വേദ പറയുമ്പോ ഞാൻ എന്തായാലും പറയും. ബാക്കി കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പോകുമ്പോ വേദ പറയും, പറയുന്നത് കേൾക്ക് ദീപ്തി, അവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ദീപ്തി ആ ഡോർ അടച്ചിട്ട് പോവാണ് അവിടുന്ന്.
വേദയാണെങ്കിൽ ടെൻഷനോട് കൂടെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ദീപ്തി താഴെ ചെന്നിട്ട് ചേച്ചി മുകളിലുണ്ട്, വിക്രമേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പത്മം ചോദിക്കും, വേദമോള് ചെല്ലാൻ പറഞ്ഞോ? ദീപ്തി അറിയും, അല്ലാണ്ടപ്പോ ഞാൻ പറയോ? ശങ്കരൻ പറയും, എന്നാ ചെല്ലു, ചെന്ന് സംസാരിക്കോ. മാഷി വിക്രമനോട് പറയും, പോയിട്ട് വാ. അങ്ങനെ വിക്രം മുകളിലേക്ക് പോവാണ്. ഈ സമയം വേദ റൂമിലിരുന്ന് പ്രാർത്ഥിക്കണേ, ഈശ്വര പൊട്ടിപ്പോകാതിരിക്കാൻ ശക്തി തരണേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പുണ്ടാവും വിക്രം അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വേദ അടുത്ത് വന്ന് നിൽക്കുമ്പോ വിക്രം ചോദിക്കും, ഇത് നീ സ്വമേധ എടുത്ത തീരുമാനമാണോ? എനിക്കറിയേണ്ടത് അത് മാത്ര. ഇത് നീ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തതാണോ അല്ലയോ? വേദയ്ക്ക് സങ്കടം വരുന്നുണ്ടെങ്കിലും കടിച്ചമർത്തിയിട്ട് പറയും, അതെ. വിക്രം പറയും, ഹോ, ഞാനത് വിശ്വസിക്കണല്ലേ? വേദ പറയും, ആണോ അല്ലയോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. അവിടെ തീർന്നില്ലേ? പിന്നെ സംശയിക്കുന്നത് എന്തിനാ? വിക്രം പറയും, എന്നാലും അതിന്റെ കാരണം അറിയണല്ലോ. എന്തേ, ഞാൻ മലയ്ക്ക് പോകാൻ കാത്തു നിൽക്കായിരുന്നോ ഇറങ്ങിപ്പോരാൻ? എന്തേ അതിനു മുമ്പ് അത് ചെയ്തില്ല? വേദ പറയും, അമ്മ നേർന്ന വഴിപാടല്ലേ, അത് മുടക്കണ്ടെന്ന് കരുതി. ഹോ, അല്ലാതെ ഇറങ്ങി പോരുമ്പോ എന്റെ പ്രസൻസ് ഒഴിവാക്കിയതല്ല അല്ലേ? വേദ അറിയിക്കും, എന്തിനെ? നിങ്ങൾ തിരിച്ചു വന്നാ ഇങ്ങനൊരു കണ്ടുമുട്ടലുണ്ടാവുന്നേ എനിക്ക് അറിഞ്ഞൂടെ? വിക്രം പറയും, വേദ, നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ചെയ്യാത്ത നീ ഇപ്പൊ എന്ത് അടിയന്തര കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയണം. പറ, എന്താ നിന്റെ മനസ്സിലുള്ള പ്രശ്നം? വേദ ഇങ്ങനെ ഉള്ളില് വിങ്ങി നിൽക്കുക. എന്നിട്ട് ചോദിക്കും, നമ്മൾ തമ്മിൽ എന്തിനാ പ്രശ്നമില്ലാത്തത്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലെങ്കിലും നമ്മൾ തമ്മിൽ ചേർച്ച ഉണ്ടായിട്ടുണ്ടോ? എന്തിന് നമ്മുടെ വിവാഹം പോലും ചേർച്ച ഉണ്ടായിട്ടാണോ നടന്നത്? വിക്രം പറയും, അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ കയറി വന്നത്? ഞാൻ കൂട്ടിക്കൊണ്ടു പോയതൊന്നുമല്ലല്ലോ. വേദ പറയും, അതെ, അതാണ് ശരി. നിങ്ങൾ ആരെയും കൂട്ടിക്കൊണ്ടു പോയതല്ല, ഞാൻ തനിയെ ഇറങ്ങി വന്നതാ. അതുകൊണ്ട് തന്നെ ഇറങ്ങി പോരുമ്പോഴും എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിക്രം പറയും, പക്ഷെ നീ വന്നു കയറിയ കാലം പോലെയാണോ നമ്മളിപ്പോ? വേദയ്ക്കും, എന്തിലാ മാറ്റമുള്ളത്? നിങ്ങളുടെ സ്വഭാവം മാറിയോ? പ്രവൃത്തികൾ മാറിയോ? തീരുമാനങ്ങൾ മാറിയോ? നിങ്ങൾ എന്താണോ അതിലൊരു മാറ്റവും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. ഞാൻ മാത്രം നിങ്ങളുടെ രീതികളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അത്രമാത്രം കുലസ്ത്രീയാവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വിക്രം ചോദിക്കും, ഞാൻ നീ പറയുന്ന പോലെ മാറാൻ തീരുമാനിച്ച ഈ തീരുമാനം മാറ്റുവോ? വേദ എങ്ങനെ ഞെട്ടിപ്പോകും. ഈ ഇലക്ഷൻ കഴിഞ്ഞ ശ്രീനിസാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കാം. ആ വാക്ക് അച്ഛന് കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാലങ്ങളായി എന്നോട് സംസാരിക്കുകയും മിണ്ടാതെ നടന്ന അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണം നീയാ. ആ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല. വേദയുടെ കണ്ണ് നിറയണുണ്ട്. അപ്പോഴും ആ വാഗ്ദാനത്തിൽ ഒരു ക്ലോസ് ഉണ്ടല്ലോ, ഇലക്ഷൻ കഴിയുന്നത് വരെ എന്നൊരു ക്ലോസ്. വിക്രം പറയും, ഒരുപാട് കാലം എന്നെ സംരക്ഷിച്ച മനുഷ്യനില്ല, ആ നന്ദി ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? വേദ പറയും, അതാ പറഞ്ഞത്, ആ നന്ദി നിങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛനെന്നല്ല, ആർക്ക് വാക്ക് കൊടുത്താലും മരണം വരെ നിങ്ങൾ അത് കാണിക്കും. വിക്രം പറയും, ഒരു കൊല്ലം കൂടെ കഴിഞ്ഞതല്ലേ, വാക്കിന്റെ കാര്യത്തിൽ ഞാൻ എത്രത്തോളം സത്യം കാണിക്കുന്നേ നിനക്കറിയാലോ. വേദയ്ക്ക് വിക്രമിനെ നോക്കാൻ പറ്റണില്ല. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും, എനിക്കറിയില്ല, എനിക്ക് നിങ്ങൾ ഒരു ഉറപ്പും ഇത്രയും കാലം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്ക് നിങ്ങൾ പാലിക്കുന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു വീട്ടിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളത് മാത്രമാണ് ശരി. ഒരു ഭാര്യയും ഭർത്താവായിട്ട് നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അവകാശവാദം വേണ്ട. വിക്രമിന് നല്ല സങ്കടമാവണ്ട കേട്ടിട്ട് സമ്മതിച്ചു. പക്ഷേ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ മനസ്സുകൊണ്ട് നീ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? നാട്ടിലെ പല ആൾക്കാർക്കും ഭാര്യയും ഭർത്താവുമായിട്ട് പരിചയപ്പെടുത്തുമ്പോഴും നിനക്ക് ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ലല്ലോ. ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും നീ ഇടയ്ക്കേറി വിലക്കിയിട്ടില്ലേ? ചിലത് ചെയ്യരുതെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടില്ലേ? അത് ഭാര്യയുടെ അവകാശം ഉള്ളിൽ വെച്ചോണ്ടല്ലേ? ഞാൻ അപകടത്തിൽ ചെന്ന് ചാടുന്നു കരുതി ഉറക്കഗുളിക തന്ന് മയക്കി കെടുത്തി എന്നെ പുറത്തു പോകാതെ നീ നോക്കിയത് പിന്നെ എന്ത് തരം കരുതലായിരുന്നു? വേദിക്കും നല്ല സങ്കടം വരുന്നുണ്ട്. കാണാതായ അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷാ നീ ഇങ്ങനൊരു നിലപാടെടുത്തത്. അതിന്റെ പിന്നിൽ ഒരു കാരണവുമില്ലെന്ന് ഞാൻ വിശ്വസിക്കണോ? വേദ ഒന്നും പറയണില്ല, മിണ്ടാതെ നിൽക്കും. ശേഷം തുടരും, അച്ഛനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ മുതലാ ഞാൻ ഇങ്ങനൊരു നിലപാടെടുത്തത്. അതിന് കാരണം ആരാണ്? നിങ്ങളല്ലേ, നിങ്ങളുടെ പ്രവൃത്തികളല്ലേ. അച്ഛന് സംഭവിച്ചത് ഒരു മുന്നറിയിപ്പാ. നാളെ ഇത് എനിക്കും സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേദ എന്ന് വിക്രം ഉച്ചത്തിൽ വിളിക്കും. വേദ പറയും, എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട്. അതിനു മുന്നിൽ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മാത്രമല്ല, വിക്രം ചോദിക്കും, മലയ്ക്ക് പോയി ഞാൻ തിരിച്ചെത്തുമ്പോൾ ചിലതൊക്കെ തീരുമാനിക്കാനുണ്ടെന്ന് നീയാ എന്നോട് പറഞ്ഞത്. വേദ പറയും, അതെ, തീരുമാനിച്ചല്ലോ. ഇതാണ് ആ തീരുമാനം, പോരെ? വിക്രമിന്റെ ചങ്ക് കയറി മുറിക്കുന്ന വേദനയിലാ അവിടെ നിൽക്കുന്നത്. എന്നാലും ചിരിച്ചുകൊണ്ട് പറയും, ശരി പോട്ടെ, ഇതൊന്നും നിന്റെ മുഖത്തുനിന്ന് നേരിട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പിയായി. ഭാര്യ, കുടുംബം എന്നൊന്നും എന്റെ മനസ്സിലില്ലായിരുന്നു. അത് നീ കയറി വന്നപ്പോഴുണ്ടായിരുന്നില്ല. പിന്നീടിൽ എപ്പോഴോ അങ്ങനെ ഒരു ജീവിതം ആയാലോ എന്ന് തോന്നി. മറ്റൊന്നും നോക്കാതെ അച്ഛൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത് അങ്ങനെ ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാ. വേദയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റണില്ല. സങ്കടം വന്നിട്ട് തിരിഞ്ഞു നിൽക്കുക. ഇപ്പൊ മനസ്സിലായി, നീ കൂടെ ഉണ്ടാവുമെന്ന് കരുതി അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് ഞാനാ വീട്ടി. നീ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചേക്ക്. ഇനി ഇതും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പോണില്ല. വന്നത് തെറ്റായിപ്പോയി. വിക്രം കരഞ്ഞിട്ടാ പറയണത്. വേദയും സങ്കടത്തിൽ ഇങ്ങനെ വിങ്ങിക്കരയാ. വന്നത് തെറ്റായിപ്പോയി, സോറി. അപ്പോഴേക്കും വേദയുടെ കണ്ണീര് അങ്ങ് ഒഴുകി വരും. വിക്രം തല താഴ്ത്തുമ്പോൾ അത് കാണുന്നില്ല. അങ്ങനെ വേദ മുഖം തിരിക്കാട്ടോ. വിക്രം പിന്നൊന്നും മുഖത്ത് നോക്കുന്ന പോലും ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് സങ്കടത്തോടെ. അങ്ങനെ വിക്രം പോയി കഴിഞ്ഞാൽ വേദ ഇങ്ങനെ വിങ്ങി വിങ്ങി കരയാണ്. ആ ഒരു വേദന അത് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗം കഴിഞ്ഞിട്ടുള്ളത്.